ഓം ശാന്തി. ഈ ശരീരത്തിൽ ഭ്രുകുടി മധ്യത്തിൽ ഒരു ദിവ്യ ചൈതന്യമായി ഞാൻ ആത്മാവ് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്ഞാനസാഗരമായ ബാബ ഈ സമയത്ത് പരിധിയില്ലാത്ത ജ്ഞാനം നൽകി എന്നെ വിശാല ബുദ്ധിയാക്കിയിരിക്കുകയാണ്. ബാബ ഇപ്പോൾ എൻ്റെ സ്മൃതി ഉണർത്തിയിരിക്കുകയാണ്. ഞാൻ പൂജ്യ രാജാവായിരുന്നു. പിന്നീട് ദരിദ്രനായി മാറി. ഇപ്പോൾ ബാബ വീണ്ടും എന്നെ രാജാവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ഇപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെ വാർത്ത കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അറിഞ്ഞു കഴിഞ്ഞു. ഈ സ്മൃതിയിൽ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മറന്നു പോവുകയാണ്. സദാ സന്തോഷത്തിലിരിക്കുകയാണ്. ബാബയെ പ്രാപിക്കുകയും ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നതും എനിക്കിപ്പോൾ സഹജമായി അനുഭവപ്പെടുകയാണ്. ഒരു സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യുകയാണ്. സുഖം, ശാന്തി, സമ്പത്ത് എന്നിവ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാവണ രാജ്യത്തിൽ ഞാൻ ജീവനബന്ധനത്തിലായിരുന്നു. ബാബ വന്ന് ഈ സമയത്ത് ഈ ബന്ധനത്തിൽ നിന്നും എന്നെ മുക്തമാക്കിയിരിക്കുകയാണ്. ബാബ കൽപ്പം മുമ്പത്തെ പോലെ വന്ന് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും സഹജമായ വഴി കാണിച്ചു തരികയാണ്.
എന്നെ അലച്ചിലിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ ഭക്തി ചെയ്തിരുന്നു. ഇന്ന് ബാബയിൽ നിന്നും സഹജജ്ഞാനവും രാജയോഗവും പഠിക്കുകയാണ്. പവിത്രതയുടെ കങ്കണം ഞാൻ പൂർണ്ണമായും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ബാബയുടെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും പതിതമാവുകയില്ല. ബാബയുടെ ഓർമ്മയിൽ എൻ്റെ അരകൽപ്പത്തിലെ പാപങ്ങൾ കത്തിയെരിയുകയാണ്. ഇത് ബാബയുടെ ഗ്യാരണ്ടിയാണ്. ബാബ മനസ്സിലാക്കി തരുകയാണ്, ഞാൻ ആത്മാവിൽ കറ പിടിച്ചിരിക്കുകയായിരുന്നു. ജ്ഞാനസാഗര പതിത പാവനൻ ബാബ വന്ന് ഈ കറകൾ നീക്കാനുള്ള സഹജമായ വഴി പറഞ്ഞു തന്നിരിക്കുന്നു. ഞാൻ ബാബയിൽ നിന്നും എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഹൃദയത്തിൽ, മനസ്സിൽ ഞാൻ ഇടയ്ക്കിടെ സ്മരിക്കുകയാണ്. ഞാൻ ആത്മാവ് എൻ്റെ വംശത്തെ തന്നെ മറന്നുപോയിരുന്നു. രചയിതാവിനെയും രചനയെയും മറന്നുപോയി. ഇപ്പോൾ എനിക്ക് ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി അറിയാം. സത്യയുഗത്തിൽ പോലും ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നതല്ല. പ്രാചീന ഭാരതത്തിലെ പ്രാചീന രാജയോഗം മഹിമയുള്ളതാണ്. ഞാൻ ആത്മാവ് ഈ രാജയോഗം പഠിച്ച്
വിവേകശാലിയായി മാറിയിരിക്കുകയാണ്. ഓരോ ദേവതാക്കളുടെയും ലക്ഷ്മി നാരായണൻ്റെയും ജീവിതകഥ എനിക്ക് എഴുതാനറിയാം. ഞാനിപ്പോൾ ഈശ്വരനെ ലഭിക്കാനുള്ള സഹജമായ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സേവനത്തിലേക്ക് ബാബ എന്നെ തയ്യാറെടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ പ്രജകളെ രചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംഗമയുഗത്തിൽ ബാബ വന്ന് ബ്രാഹ്മണരെ രചിക്കുകയാണ്. ഞാൻ ആത്മാവ് പവിത്രമായി പ്രകാശ ശരീരം ധരിച്ച് സൂക്ഷ്മവദനത്തിൽ പോയി മറ്റാത്മാക്കൾക്ക് സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരം ഉപേക്ഷിച്ച് പ്രകാശബിന്ദുവായ ഞാൻ ആത്മാവിൻ്റെ ലോകം മൂലവതനമാണ്, ശാന്തിധാമമാണ്. ഈ ജ്ഞാനം എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരേ ഒരു ബാബ മാത്രം. മുഴുവൻ സൃഷ്ടിചക്രവും ഇപ്പോഴെൻ്റെ ബുദ്ധിയിലുണ്ട്. എന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ബ്രഹ്മാവിൽ നിന്നും വിഷ്ണുവാകാൻ 1 സെക്കൻഡ് മതി. എന്നാൽ വിഷ്ണു ബ്രഹ്മാവാകാൻ 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഇത് ബാബ മനസ്സിലാക്കി തരുന്നു.
എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത പഠിപ്പ് പഠിച്ച് ഞാൻ പരിധിയില്ലാത്ത രാജ്യഭാഗ്യമെടുക്കുകയാണ്. ഞാൻ ആത്മാവാണ് ജ്ഞാനമെടുക്കുന്നത്. ഈ ആന്തരിക ഗുപ്ത സന്തോഷത്തിലിരിക്കുകയാണ് ഞാൻ. സാഗരത്തിൽ നിന്നും റിഫ്രഷായി മേഘങ്ങളെല്ലാം ഒരുമിച്ചു കൂടി മഴ പെയ്യിക്കണം. സേവനം, 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 ഇത് മാത്രമായിരിക്കുന്നു എൻ്റെ ലഹരി. വിശാല ബുദ്ധിയായി മാറി ഞാൻ സന്തോഷത്തിലൂടെ സേവനം ചെയ്യുകയാണ്. പവിത്രമായിരിക്കും എന്ന് ബാബയോട് പ്രതിജ്ഞ ചെയ്ത് ഞാനത് പൂർണ്ണമായും നിറവേറ്റുകയാണ്. എൻ്റെ ഭാഗ്യത്തെയും ഭാഗ്യവിധാത ബാബയുടെ ഗുണങ്ങളെയും വാഴ്ത്തി ഞാൻ സദാ പ്രസന്നചിത്തനായിരിക്കുന്നു. കിരീടവും സിംഹാസനവും തിലകവും ബ്രാഹ്മണകുട്ടിയായ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ ഭാഗ്യത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രം നോക്കി ഞാൻ ഭാഗ്യവിധാതാവിൻ്റെ ഗുണങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഗുണസമ്പന്നമായിരിക്കുന്നു. എൻ്റെ ഭാഗ്യത്തിൻ്റെ ഗുണഗാനം പാടിക്കൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൂരെയായിത്തീരുന്നു. ഇക്കോണമി ഇതാണ് എൻ്റെ സഫലതയുടെ ആധാരം. ഞാൻ ഭാഗ്യശാലി ആത്മാവാണ്. ഞാൻ വിശാല ബുദ്ധി ആത്മാവാകുന്നു. ഞാൻ സദാ പ്രസന്നചിത്ത ആത്മാവാകുന്നു. ഞാൻ ഗുണസമ്പന്ന ആത്മാവാകുന്നു.
പവിത്ര സ്വരൂപ ആത്മാവാകുന്നു. ഞാൻ ബാബയുടെ ഗുണങ്ങളുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഗുണസമ്പന്ന ആത്മാവായിരിക്കുന്നു. ശുക്രിയ ബാബ. ഓം